കൊട്ടാരക്കരയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം അമിത വേഗത എന്ന എഫ്ഐആർ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി ടിപ്പർ ഡ്രൈവറെ പ്രതിയാക്കി കേസെടുത്തു. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു കൊല്ലത്ത് നിന്നും. മനോജ്, അതിദാരുണമായ ഒരു സംഭവമാണ്. പക്ഷേ ഇത് വരുത്തിവെച്ച വിന എന്നേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ടിപ്പർ ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലായിരുന്നു ആ ഡ്രൈവർക്ക് എന്നതിലുപരി അമിത വേഗതയായിരുന്നു ഈ അപകടത്തിന് കാരണം. എന്തെല്ലാം കുറ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്? രോഹിണി, രാവിലെയോടെയാണ് ഈ അപകടമുണ്ടാകുന്നത്. അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ഈ ടിപ്പർ ഓടിക്കുവാനുള്ള ഹെവി ലൈസൻസ് ഈ ഡ്രൈവർ നിസാമിന് ഇല്ല എന്ന് കണ്ടെത്തിയത്. അതിനുശേഷം കൂടുതൽ പരിശോധനയിലാണ് ഈ വാഹനത്തിൻ്റെ അടക്കം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ അപകട കാരണം അമിത വേഗതയാണെന്ന എഫ്ഐആറിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിസാമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പോക്കറ്റ് റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വേഗത കുറച്ചിരുന്നില്ല. ബോധപൂർവം അലക്ഷ്യമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പും ചേർത്തിട്ടുണ്ട്. ഇതാണ് ഈ അപകടം നടന്ന സ്ഥലം. ഇവിടേക്കാണ് ഈ വാഹനം വന്ന് ഇടിച്ചു മറിയുന്നത്. ആ ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ മതിൽ പോലും തകർന്നു പോയി. ഇതിനടിയിലാണ് ഈ കുട്ടികളും മറ്റുള്ളവരുമടക്കം പെട്ടുപോയത്. എന്തായാലും ഈ മണ്ണിനടിയിൽ കിടന്ന കുട്ടികളെയൊക്കെ ഇവിടെ നിന്നും വളരെ പണിപ്പെട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് പുറത്തേക്ക് എടുത്തത്. അതിനുശേഷം ഈ 15-കാരനായിട്ടുള്ള പാർത്ഥിപൻ, അതോടൊപ്പം ഹരിലാൽ, അജയ് കുമാർ എന്നിങ്ങനെ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇവരുടെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാകുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ മറ്റു ചിലരെ, അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള ഋഷഭ്, അതോടൊപ്പം തന്നെ കൗശിക് അടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൗശിക്കിൻ്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കൗശിക്കിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം, ഈ വാഹനം ഇന്നിവിടെ ഇടിച്ചു മറിഞ്ഞ വാഹനം നേരത്തെ മുളവനയിലും ഇത്തരത്തിൽ തന്നെ നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ ചില കുട്ടികൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആശുപത്രിയിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് വലിയ പരിക്കില്ലാത്തതിനാൽ ചിലരൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നവനീത് കൃഷ്ണൻ, അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഈ അപകടത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾ, അതായത് ഈ അപകടമുണ്ടായപ്പോൾ ഇവിടെ നിന്ന് മോടി രക്ഷപ്പെട്ട കുട്ടികൾ, തലനാരിഴയ്ക്കാണ് അവരൊക്കെ രക്ഷപ്പെടുന്നത്. അവരൊക്കെ നമ്മളോട് വ്യക്തമാക്കുന്നത് അത്രയധികം പേടിച്ചു പോയി എന്നുള്ളതാണ്. അതായത് ആ വാഹനം വരുന്നത് കണ്ട ആ കുട്ടികളൊക്കെ തന്നെ പേടിച്ചു പോയി. എന്തായാലും അലക്ഷ്യമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് അത് തന്നെയാണ് ഇത്തരം വലിയൊരു അപകടത്തിന് വഴിവെച്ചത്. എന്തായാലും ഈ 3 ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അതിൽ ഹരിലാൽ ഒരു അധ്യാപകനാണ്. അതോടൊപ്പം അജയ് കുമാർ എന്ന് പറയുന്നത് ഒരു KSRTCയുടെ ജീവനക്കാരനാണ്. 15-കാരനാണ് പാർത്ഥിപൻ. പാർത്ഥിപൻ ട്യൂഷന് പോകാൻ വേണ്ടിയാണ് ഇവിടേക്ക് രാവിലെ വരുന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടമൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ ഉറക്കമുണരുന്നത് തന്നെ ഈ ഒരു വാർത്ത കേട്ടാണ്. രാവിലെ 7 മണിയോടെ അപകടമുണ്ടാകുന്നു. തുടർന്ന് ഇത്തരമൊരു സംഭവം അത് കേട്ടറിയുന്നതിനേക്കാളും ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്രയധികം വ്യാപ്തി ഉണ്ടായിരുന്നു ഈ അപകടത്തിന്. ഇതിപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ പോസ്റ്റ് അടക്കം തകർന്നിട്ടുണ്ട്. അതായത് ഇവിടെ വൈദ്യുത പോസ്റ്റ് അടക്കം വച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റുകളടക്കം തകർന്നു എന്നുള്ളതാണ്. ടെലിഫോൺ പോസ്റ്റുകളാണ് തകർന്നു കിടക്കുന്നത്. വീടിൻ്റെ മതിൽ അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിമാരടക്കം ഇവിടേക്ക് സന്ദർശനം നടത്തി പിന്നീട് പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമൊക്കെ ധനസഹായം ലഭ്യമാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരും. അതോടൊപ്പം തന്നെ പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്കൂടെ കടക്കുമോ എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായും നമുക്കറിയാം, ഒരു അപകടമുണ്ടായി കഴിഞ്ഞാൽ അവിടെ ആദ്യം പോലീസ് ഒരു കേസെടുക്കും. പിന്നീട് അത് കാലങ്ങൾ കഴിയുമ്പോൾ ആ കേസൊക്കെ ഒത്തുതീർപ്പാക്കി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധം MVDക്ക് നേരെ ഉയർത്തിയിരുന്നു. കാരണം ഈ വാഹനങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഫിറ്റ്നസ് കൊടുക്കുന്നതെന്ന് അടക്കം ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാർ MVD ഉദ്യോഗസ്ഥരോട് ഇക്കാര്യങ്ങൾ ചോദിച്ചത്. കാരണം ഈ വാഹനത്തിൻ്റെ പുറകിലത്തെ ടയറടക്കം ഗ്രിപ്പില്ലാത്ത രീതിയിലായിരുന്നു. നിരത്തിലോടുമ്പോൾ അപകട സാധ്യത ഏറെയുള്ള ഒരു നിലയിലായിരുന്നു വാഹനം. അത്തരമൊരു വാഹനമാണ് ഇന്നിവിടെ അപകടത്തിൽപ്പെട്ടതും ആ 3 ജീവനുകൾ പൊലിഞ്ഞതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.